പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ യാ അയ്യുഹന്നാസു ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅൻ. പറയുക മനുഷ്യരെ, തീർച്ചയായും ഞാൻ നിങ്ങളിലേക്കെല്ലാമുള്ള അള്ളാഹുവിൻ്റെ ദൂതനാകുന്നു. ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യം ഏതൊരുവനാണോ അവൻ്റെ ദൂതൻ, അവനല്ലാതെ ഒരു ദൈവവുമില്ല. അവൻ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നു. അതിനാൽ നിങ്ങൾ അള്ളാഹുവിലും അവൻ്റെ ദൂതനിലും വിശ്വസിക്കുകയും അതെ, അള്ളാഹുവിലും അവൻ്റെ വചനങ്ങളിലും വിശ്വസിക്കുന്ന അക്ഷരജ്ഞാനമില്ലാത്ത പ്രവാചകനിൽ അദ്ദേഹത്തെ നിങ്ങൾ പിൻപറ്റുകയും നിങ്ങൾ നേർമാർഗം പ്രാപിക്കാം. ഇപ്പോൾ മൂസാ നബി ഇവിടെ ലോകത്തുള്ള ജനങ്ങളോട് പറയുന്ന രൂപത്തിൽ പറയുകയാണ്. അല്ലെങ്കിൽ അള്ളാഹു മൂസാ നബിക്ക് കൊടുക്കുന്ന വേദഗ്രന്ഥത്തിൽ മുൻകൂറായിക്കൊണ്ട് ലോകത്തുള്ള ജനങ്ങളോട് പറയുകയാണ്, ഇനി മുഹമ്മദ് നബി വരാനുണ്ട്, അക്ഷരജ്ഞാനമില്ലാത്ത പ്രവാചകനാണ്, അദ്ദേഹത്തെ നിങ്ങൾ പിൻപറ്റുകയും അവനിലല്ല അള്ളാഹുവിനെ നിങ്ങൾ പിൻപറ്റി അള്ളാഹുവില്ലാതെ മറ്റൊരു ദൈവമില്ല എന്നെല്ലാം അള്ളാഹു പറയുന്നുണ്ട് ഇവിടെ. അപ്പം നമ്മൾ വിചാരിക്കും അള്ളാഹു എന്താണ്, അല്പനാണോ? അതല്ല, ഈശ്വര പൊതുവെ പറയുന്നതാണ് അള്ളാഹു അല്പനാണോ എന്ന്. അപ്പോൾ അള്ളാഹു അല്പനായതുകൊണ്ടല്ല, മനുഷ്യന് അറിവില്ലാത്തവനാണ്, മനുഷ്യർക്കൊന്നും അറിയില്ല. അപ്പം അതുകൊണ്ട് അള്ളാഹു പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ചില സിനിമകളിലൊക്കെ ചില കാര്യങ്ങൾ, ഇപ്പം നോവൽ എഴുതുമ്പോൾ നമുക്ക് അതിൽ എഴുതാം, പിന്നെ നായകൻ്റെ കാര്യങ്ങൾ, ശക്തി കാര്യങ്ങളൊക്കെ എഴുതാം. പക്ഷേ സിനിമയിൽ അങ്ങനെ എഴുതാൻ പറ്റില്ലല്ലോ. അപ്പം മറ്റാരെങ്കിലുമൊക്കെ ഒരു നായകനെ കാണിക്കുന്നതിന് മുമ്പായിട്ട് നായകൻ ഭയങ്കര സംഭവമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് മറ്റുള്ളവർ പഠിപ്പം. ഞാനിപ്പം ഫേസ്ബുക്കിലൊരു ഭീഷ്മപർവ്വം എന്നുള്ള മമ്മൂട്ടിയുടെ സിനിമയുടെ അല്പഭാഗം കണ്ടു. അതിൽ തുടക്കത്തിൽ തന്നെ ഒരു സ്ത്രീയും മകളും കൂടി പോലീസ് സ്റ്റേഷനിലൊക്കെ പരാതി പറഞ്ഞിട്ട് യാതൊരു പരിഹാരം കിട്ടാതെ മമ്മൂട്ടിയെ തിരഞ്ഞു വരികയാണ്. മൈക്കിളിൽ നിന്ന് മമ്മൂട്ടിയെ കഥാപാത്രത്തെ തിരഞ്ഞു വരികയാണ്. അപ്പോൾ കഥാപാത്രത്തെപ്പറ്റി ജനങ്ങൾക്കറിയില്ല, കാണുന്ന പ്രേക്ഷകർക്കറിയില്ല. ആ കഥാപാത്രത്തെപ്പറ്റി ഓട്ടോറിക്ഷക്കാരൻ പറഞ്ഞു കൊടുക്കുകയാണ്, കഥാപാത്രം അങ്ങനെയാണ്, ഇങ്ങനെയാണ്, ആനയാണ്, ചേനയാണ്, കുതിരയാണ് പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല, അള്ളാഹുവിൻ്റെ കഴിവ് അവൻ തന്നെ പറഞ്ഞു കൊടുക്കണം. മനുഷ്യർക്ക് കണ്ടെത്താൻ കഴിയില്ല, ചില കാര്യങ്ങൾ മനുഷ്യർക്ക് കണ്ടെത്താൻ കഴിയില്ല. അത് എല്ലാം തികഞ്ഞ അള്ളാഹു തന്നെ അള്ളാഹുവിനെ അറിയുള്ളൂ. അതുകൊണ്ട് അള്ളാഹു അവൻ്റെ ഗുണങ്ങൾ, അള്ളാഹുവിന് 100 ഗുണങ്ങളുണ്ടല്ലോ, അത് മനുഷ്യർക്ക് എങ്ങനെ കണ്ടെത്താൻ കഴിയുമ്പോൾ അള്ളാഹു തന്നെ പറഞ്ഞു കൊടുക്കണ്ടേ. അതുകൊണ്ടാണ് മനുഷ്യർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അള്ളാഹു തന്നെ പറഞ്ഞു കൊടുക്കുന്നത്. ഖുർആനിലൂടെയും മറ്റു വേദഗ്രന്ഥങ്ങളിലൂടെയും തൗറാത്ത്, ഇഞ്ചീൽ വഴി അള്ളാഹു പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ആ അക്ഷരജ്ഞാനമില്ലാത്ത ഉമ്മിയായ പ്രവാചകനെ പിൻപറ്റിയിൽ നിന്ന് തൗറാത്തിൽ വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അക്ഷരജ്ഞാനമില്ലാത്തവനാണെന്ന് അള്ളാഹുവിന് അന്നേ അറിയാം. അള്ളാഹു ആദ്യവും അന്ത്യവും മറന്നു, അള്ളാഹു അറിയാതെ ഒന്നുമില്ല. അള്ളാഹുവിന് എല്ലാ കാര്യവും അറിയാം. അതുകൊണ്ട് തന്നെയാണ് പിന്നെ ഉമ്മു മക്തൂമിൻ്റെ കഥ ഖുർആനിൽ പറഞ്ഞതല്ലേ, അബസവത്തവല്ല എന്നുള്ള ആ സൂക്തം ഖുർആനിൽ നമ്മൾ എങ്ങനെയാണ് ഇപ്പം അത് അള്ളാഹുവിന് മുൻകൂട്ടി അറിയാൻ കഴിയുക? ഉമ്മു മക്തൂം അവിടെ വന്നത് കൊണ്ടല്ലേ ആ സംഭവം ഉണ്ടായത്. ഇതെങ്ങനെ അള്ളാഹുവിന് ഈ ഭൂമിയെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ലൗഹുൽ മഹ്ഫൂസിൽ പോലത്താണല്ലോ ഖുർആനും, ഇതെങ്ങനെ അള്ളാഹുവിന് അറിയാൻ കഴിയും? അപ്പം അള്ളാഹുവിന് ആദ്യവും അന്ത്യവും അറിയാം, നടക്കാനിരിക്കുന്നതും നടന്നു പോയതും എല്ലാം അള്ളാഹു അറിയാം. അള്ളാഹു എന്നെന്നും നിലകൊള്ളുന്നവനാണ്. അപ്പം ആ അള്ളാഹുവിന് ഇതെല്ലാം അറിയാം എന്നാണ് ഇതിൽ മനസ്സിലാവുന്നത്. അതാണ് അക്ഷരജ്ഞാനമില്ലാത്ത പ്രവാചകൻ്റെ കാര്യം തൗറാത്തിൽ തന്നെ പറയുന്നുണ്ട്. പക്ഷെ തൗറാത്തിലും ഉണ്ടാവും അക്ഷരജ്ഞാനമില്ലാത്ത പ്രവാചകൻ എന്നുള്ള വാക്ക് തൗറാത്തിലുണ്ടാവും, യഥാർത്ഥ തൗറാത്തിലുണ്ടാവും. അത് ഗുരുവന്മാരെല്ലാം മാറ്റത്തിരുത്തൽ വരുത്തി ഒക്കെ മായ്ച്ചു കാണും. ഈ ഉസ്താദിൻ്റെ കയ്യിലുള്ള ആ ബൈബിളിൽ തന്നെ അഹമ്മദ് എന്നുള്ള പേരാണുള്ളത്, മറ്റു കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് തോന്നുന്നത്. അപ്പം പറഞ്ഞു വരുന്നതൊക്കെ മായ്ച്ചു വെച്ചതൊക്കെ പലതും മായ്ച്ച് വെട്ടി തിരുത്തിയിട്ടുണ്ട്. ഇനി അടുത്ത സൂത്രത്തിലേക്ക് പോവാം. മൂസായുടെ ജനതയിൽ തന്നെ സത്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാർഗദർശനം ചെയ്യുകയും അതനുസരിച്ച് തന്നെ നീതി പാലിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമുണ്ട്. അപ്പം മൂസാ നബിയുടെ ജനതയിൽ നല്ല ആൾക്കാരുണ്ടായിരുന്നു. സത്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാർഗദർശനം ചെയ്യുകയും
അതനുസരിച്ച് നീതി പാലിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ട് മൂസാ നബിയുടെ ജനതയിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് സമൂഹം നശിക്കാതെ പോലെ, അല്ലെങ്കിൽ അള്ളാഹു എന്നെ നശിപ്പിക്കുമാ, ജൂതന്മാരെ എന്നെ നശിപ്പിക്കുമായിരുന്നു. ഈ നല്ല ജൂതന്മാരൊക്കെ ഇസ്ലാമിൻ്റെ ആവിർഭാവത്തോടുകൂടി ഇസ്ലാമിലേക്ക് വരികയാണ് ഉണ്ടായത്. പ്രവാചകൻ്റെ കാലത്ത് നമുക്കറിയാമല്ലോ, ഒരു സ്ത്രീ പ്രവാചകൻ എപ്പോഴും ഒരു വീട്ടിലെ ചപ്പ് ചോറുകൾ പ്രവാചകൻ ശരീരത്തിലേക്ക് ഇടുകയും പ്രവാചകൻ അതെന്ത് ചെയ്യും, പിന്നെ പൊട്ടി തട്ടി മാറ്റി പുഞ്ചിരിച്ചു കൊണ്ട് പോവുകയും ചെയ്തു. അങ്ങനെ ഒരിക്കലും ആ സ്ത്രീക്ക് രോഗം ബാധിച്ചപ്പോൾ പ്രവാചകൻ എന്ത് ചെയ്തു, അത് പിന്നെ പ്രവാചകൻ ആ സ്ത്രീയെ കാണാൻ പോവുകയും അങ്ങനെ ഇസ്ലാമം സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ നല്ല വ്യക്തികളൊക്കെ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. ഇസ്ലാമിൻ്റെ മഹത്വം കണ്ടിട്ട് നല്ല ജൂതന്മാരൊക്കെ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഇതിൽപ്പെട്ട ആൾക്കാരേക്കുമല്ലേ ഇവിടെ പറയുന്നത്, മുസ്ലിം ജനതയിൽ സത്യത്തിൻ്റെ ഭാഗത്തിൽ നിലകൊള്ളുന്ന ഒരു കൂട്ടരുണ്ട്, നീതി പാലിക്കുകയും ചെയ്യുന്ന കൂട്ടർ, ആ സമൂഹമൊക്കെ ഇസ്ലാമിലേക്ക് വരികയും പ്രവാചകനെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ പ്രവാചകന് കാസിം ഉസ്താദിൻ്റെ പ്രഭാഷണത്തിൽ ഇപ്പം കേട്ടാണ്, ഇപ്പം ഇന്നോ ഒന്നരയായിട്ട് കേട്ട എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഹസൻ ഹുസൈനുള്ളാഹിന് മരണപ്പെട്ട യുദ്ധമുണ്ടല്ലോ, ആ യുദ്ധം നടക്കുമ്പോൾ ജൂതന്മാരുടെ സാബത്ത് ദിനമാണ്. അപ്പം അവർ സാബത്ത് ദിനം, അപ്പോൾ നമുക്ക് ആരാധനാലയത്തിലേക്ക് പോകണ്ട, നമുക്ക് നമ്മുടെ പ്രവാചകൻ്റെ പേരക്കുട്ടി ഈ ശത്രുക്കൾ ആക്രമിക്കുക, നമുക്ക് അവനെ രക്ഷിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് അവർ ആരാധനാ കർമ്മങ്ങൾ മാറ്റിവെച്ച് ഹസൻ ഹുസൈനുള്ളാഹിനെ രക്ഷിക്കാൻ വേണ്ടി പോവുകയും അങ്ങനെ ആ രക്ഷിക്കുന്നതിന് മുമ്പ് തന്നെ ഹുസൈനുള്ളാഹിൻ മരണപ്പെട്ടു പോവുകയും ചെയ്തു. അപ്പം അങ്ങനെ പ്രവാചകനെ സഹായിക്കുന്ന ജൂതന്മാരും അക്കാലത്തുണ്ടായിരുന്നു. പ്രവാചകൻ കൂട്ടിൽ പാര വെക്കുന്നവരും ഉണ്ടായിരുന്നു. അത് ആ തലമുറ ഞാൻ പറഞ്ഞല്ലോ, ചീത്ത തന്നെ ഉൽപ്പാദിപ്പിക്കുക. അപ്പോൾ നല്ല ജൂതന്മാരും ചീത്ത ജൂതന്മാരുണ്ടായിരുന്നു. ദുഷ്ട ജൂതന്മാരുടെ മക്കൾ ദുഷ്ടവരനായി മാറി. ഞാൻ പറഞ്ഞല്ലോ, അബൂ സുഫിയാൻ്റെയും ഹിന്ദ് എന്ന സ്ത്രീയുടെ മകനായ അബൂ സുഫിയാൻ്റെ ഹിന്ദ് എന്ന സ്ത്രീയുടെ മകൻ മുആവിയ. ആ മുആവിയ കുറേ ഹദീസുകൾ, ഈ കള്ള ഹദീസുകൾ എഴുതി ചേർത്തിട്ടുണ്ടെന്നാണ് ചേകന്നൂർ മൗലവി ഇക്കാര്യം പറഞ്ഞത്. ചിലപ്പോൾ ശരിയായിരിക്കാം. ചേകന്നൂർ മൗലവി ജമാഅത്ത് ഇസ്ലാമിയിലും ജമാഅത്ത് ഇസ്ലാമിക്കാർക്കും പിന്നെ അതുപോലെ തന്നെ മുജാഹിദ് പ്രവർത്തകർക്കും സുന്നി പ്രവർത്തകർക്കും ക്ലാസ് എടുത്തു കൊടുത്ത അത്ര അറിവുള്ള ആളായിരുന്നു. പിന്നീട് അയാൾ നിശ്ചയവാദത്തിലൊക്കെ പോയിരുന്നിരുന്നാലും കുറേ അറിവുള്ള വ്യക്തിയായിരുന്നു. അപ്പം അങ്ങനെ അയാൾ പഠിച്ചതൊക്കെയായിരിക്കാം ഇങ്ങനെ മുആവിയെ പറ്റിയൊക്കെ. അപ്പം പറഞ്ഞു വരുന്നത്, ഈ അബൂ സുഫിയാനും ചീത്ത വ്യക്തിയായിരുന്നു, ഹിന്ദ് എന്ന സ്ത്രീയും ദുഷ്ട വ്യക്തിയാണ്. അപ്പം കെട്ട വിളകൾ കെട്ട സസ്യങ്ങൾ കെട്ട വിളകളെ ഉൽപ്പാദിപ്പിക്കുകയുള്ളൂ, കെട്ട ഫലങ്ങളെ ഉൽപ്പാദിപ്പിക്കുകയാണ്. അവിടെ മകൻ എന്തായാലും മുആവിയ ഇസ്ലാമിനെതിരെ പല ഹദീസുകൾ എഴുതിയുണ്ടാക്കി എന്നാണ് അവർ പറഞ്ഞിട്ട്, എനിക്കറിയില്ല, ചെകന്നൂരുകൾ പറഞ്ഞ അല്ലാഹുവല്ല. പക്ഷേ എനിക്കും ചില ഹദീസുകൾ കാണുമ്പോൾ ഇതിലൊരു കള്ളക്കളിയുണ്ട് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ ശവത്തെ ബോധിച്ച കഥയും അങ്ങനെ പലതും നമുക്ക് കാണാം. അത് മാത്രമല്ല, പ്രവാചകൻ ഹദീസ് എഴുതി വെക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ പ്രവാചകന് കാലശേഷമാണ് ഹദീസുകൾ എഴുതി വെച്ചത്. അപ്പം എന്തൊക്കെ ഒരു കള്ളക്കളിയുണ്ട്, അള്ളാഹു വരാൻ അതൊക്കെ അള്ളാഹു നമുക്ക് മനസ്സിലാക്കി തരട്ടെ. ഏതായാലും പറഞ്ഞു വരുന്നത്, ഈ നല്ല ജൂതന്മാരൊക്കെ നല്ലവരായിരുന്നു. അവർ ഇസ്ലാമിനെ ഒരുപാട് സഹായിച്ചിട്ടുണ്ടാവും. അവർ പ്രവാചകൻ വന്നതോടുകൂടി ഇസ്ലാമിലേക്ക് വന്നു. അതുപോലെ തന്നെ ഇവർ ഈസാ നബി വന്നപ്പോൾ എന്തെങ്കിലും ക്രിസ്തുമതം വിശ്വസിച്ചു. ക്രിസ്തുമതമല്ല, എല്ലാ പ്രവാചകന്മാരും കൊണ്ട് ഇസ്ലാം മതം തന്നെയാണ്. അപ്പോൾ മറ്റൊരു പേരിലേക്കും അവിടെ അനുസരണം എന്ന വാക്കിന് ഹീബ്രു ഭാഷയിൽ മറ്റേതെങ്കിലും പേരായിരിക്കാം. എന്തായാലും ഈസാ നബി വന്നതോടുകൂടി ഈസാ നബി വിശ്വസിച്ചു അല്ലേ. ഈസാ നബി ജനിച്ചപ്പോൾ ഒരു 3 പേര് കാണാൻ വരുന്നുണ്ടല്ലോ. അവർ ഈ ജൂതന്മാരിൽപ്പെട്ടവരായിരിക്കും, നല്ല വ്യക്തികളായിരിക്കും, അങ്ങനെയാണ്. അപ്പം സത്യം മനസ്സിലാക്കിയപ്പോൾ അവർ പ്രവാചകന്മാരിലും ഈസാ നബി വന്നപ്പോൾ അവർ ആ ജൂതന്മാർ നല്ല ജൂതന്മാർ വിശ്വസിച്ചു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ അവർ ബാക്കിയുള്ള നല്ല ജൂതന്മാരെ അവർ ഇസ്ലാം മതത്തിലും വിശ്വസിച്ചു. അങ്ങനെ അത് അവരസ്തമിച്ചു. പിന്നെ ഇപ്പോൾ ഉള്ള ജൂതന്മാരെ, കെട്ട ജൂതന്മാരപ്പോൾ അവരുള്ളത്. നമ്മുടെ ഫലസ്തീനികളൊക്കെ വന്നെടുക്കുന്ന ആ ജൂതന്മാരെല്ലാം കെട്ട ജൂതന്മാരാണ്. അങ്ങനെ ദുഷിച്ച ആ ജൂതന്മാരെ തൊട്ടുള്ള നമുക്ക് കാത്തിരക്ഷിക്കട്ടെ. കുറച്ചവനെ ഇസ്ലാമിനെ ശത്രുക്കളെ തൊട്ട് നീ ഇസ്ലാമിനെ കാക്കണമെന്ന തമ്പുരാനെ, ഇസ്ലാമിന് ഇജ്ജത്ത് നൽകണ, പ്രതാപം നൽകണ തമ്പുരാനെ. ആമീൻ.